ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. റേഷ്യോ അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ കാറ്റഗറിയാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് CMA യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ട് ടേം ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമ്മൾ ഷോർട്ട് ടേം അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ലാബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് കമ്പനിയിൽ ഒരു ബിസിനസ്സിൽ എത്രത്തോളം ഫണ്ട് അവൈലബിൾ ആണ് എന്നുള്ള അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെഷേഴ്സ് എ കമ്പനി ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് എബിലിറ്റി ടു മീറ്റ് കറണ്ട് ഒബ്ലിഗേഷൻ. അത് കമ്പനിയുടെ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഹെൽത്തും അതുപോലെ തന്നെ കറണ്ട് ഒബ്ലിഗേഷൻസ്, കറണ്ട് ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളതും കൂടെ മെഷർ ചെയ്യുക. അതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമുല ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് അസറ്റ് നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് കറണ്ടിൽ ബിസിനസ്സിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണുള്ളത് കിട്ടും ആ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അവിടെ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി സ്ട്രെങ്ത് ആണ്. നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്, ബിസിനസ്സിൽ ലിക്വിഡിറ്റി ഉണ്ട്. എന്നാൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് ലാബിലിറ്റി കറണ്ട് അസറ്റിനെക്കാട്ടും കൂടുതലാവുക. അതായത് നമ്മൾ കറണ്ട് ലാബിലിറ്റി നമ്മൾ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുന്നതാണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ട്, ബിസിനസ്സിൽ ലിക്വിഡിറ്റിക്ക് പ്രോബ്ലം ഉണ്ട്. ഇതിൽ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കറണ്ട് അസറ്റ് 500,000 ആണ്, കറണ്ട് ലാബിലിറ്റീസ് 300,000 ആണ്. ഇതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 200,000 ആണ്. അതായത് 500 മൈനസ് ഈ 300, അതായത് 200,000 ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഇതൊരു പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് നമ്മളെ കറണ്ട് ലാബിലിറ്റി നമുക്ക് 300,000 ഉള്ളൂ, പക്ഷേ നമ്മൾ കറണ്ട് അസറ്റ് 500,000 ഉണ്ട്. അത് നമ്മൾ ഈ ലാബിലിറ്റി പേ ചെയ്യാൻ നമ്മൾ ഈ കറണ്ട് അസറ്റ് സഫീഷ്യൻ്റ് ആണ്, അതായത് പോസിറ്റീവാണ്, ഗുഡ് ലിക്വിഡിറ്റിയാണ് അതിലുള്ളത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ റേഷ്യോയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോയിൽ ഒന്നാമത്തെ റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പേ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമ്മൾ കറണ്ട് അസറ്റ് എത്രയുണ്ട്, കറണ്ട് ലാബിലിറ്റി എത്രയുണ്ട്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതാണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോൻ്റെ ഫോർമുലയാണിത്, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഇത് പോസിറ്റീവ് എബവ് 1 ആണെങ്കിൽ ഹെൽത്തി ലിക്വിഡിറ്റിയാണ്, അത് കറണ്ട് അസറ്റാണ് കറണ്ട് ലാബിലിറ്റിനെക്കാട്ടും കൂടുതൽ. എന്നാൽ ഒരുപാട് ഹൈ ആയി കഴിഞ്ഞാലോ നോൺ പ്രൊഡക്റ്റീവായിട്ട് കിടക്കുകയാണ്. അതായത് ഒരുപാട് അസറ്റ് നമ്മളെ കയ്യിലുണ്ട്, ആ അസറ്റ് നോൺ പ്രൊഡക്റ്റീവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ നോൺ പ്രൊഡക്റ്റീവായി കിടക്കുന്ന അസറ്റ് ടു ഹൈ ആയി കഴിഞ്ഞാൽ എന്താ ഇൻഎഫിഷ്യൻ്റ് അസറ്റ് യൂസ് ചെയ്യണം, ആ അസറ്റ് നോൺ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ബിസിനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനൊരു ഹെൽത്തി റേഞ്ച് ഉണ്ട് കറണ്ട് അസറ്റിന്. ഓരോ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രിയിൽ ഓരോ ബെഞ്ച് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഹെൽത്തി റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് കറണ്ട് റേഷ്യോൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ് 600,000, കറണ്ട് ലാബിലിറ്റീസ് 300,000. ഇത് ഈ എക്സാമ്പിൾ നമ്മൾ കറണ്ട് റേഷ്യോ വരുന്നത് 600,000 ഡിവൈഡഡ് ബൈ 300,000, 2 ആണ് നമ്മളെ കറണ്ട് റേഷ്യോ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് ഓരോ $2 അസറ്റ് ഉണ്ടാകുമ്പോൾ $1 കറണ്ട് ലാബിലിറ്റി ഉണ്ട്. അതായത് 2 മെയിൻ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് $1 അല്ലെങ്കിൽ ₹1 കമ്പനിക്ക് ലാബിലിറ്റി ഉണ്ടെങ്കിൽ $2 കറണ്ട് അസറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ലാബിലിറ്റി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഇനഫ് ഫണ്ട് അവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് റേഷ്യോ പ്ലസ് എബവ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. എബവ് 1 ആണെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റിനെക്കാട്ടും കൂടുതലാണ്. നോർമലി നമ്മൾ ഹെൽത്തി ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഒരുപാട് ഹൈ ആയി കഴിഞ്ഞാൽ നമ്മളെ അസറ്റിൻ്റെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് അസറ്റ് ബിസിനസ്സിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നിന് കുറവായി കഴിഞ്ഞാൽ ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് ബിസിനസ്സിലില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നോർമലി. ഇനി ക്വിക്ക് റേഷ്യോ ഓർ അസിറ്റസ് റേഷ്യോ.
ഈ കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ് അതിൽ കൺസിഡർ ചെയ്യും. ടോട്ടൽ കറണ്ട് അസറ്റ് മീൻ ഇൻവെൻട്രി, റിസീവബിൾ, ക്യാഷ്, ബാങ്ക്, മറ്റ് പ്രീപേയ്മെന്റ് എല്ലാം അതിന് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മൾ ഈ ടോട്ടൽ കറണ്ട് അസറ്റിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇൻവെൻട്രി എന്നുള്ളൊരു ഭാഗമുണ്ട്. ഈ ഇൻവെൻട്രി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മറ്റ് കറണ്ട് അസറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ഈ ഇൻവെൻട്രിക്ക് കറണ്ട് അസറ്റിൽ ഇൻവെൻട്രിക്ക് പൊതുവെ ലിക്വിഡിറ്റി കുറവാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻവെൻട്രി എന്നുള്ളത് നമുക്കത് കുറച്ച് സമയം എടുക്കും. ലിക്വിഡിറ്റി കുറവാണ് കറണ്ട് അസറ്റിൽ. അപ്പോൾ ഈ ക്യുക്ക് റേഷ്യോ നമ്മൾ ക്യുക്ക് അസറ്റും കറണ്ട് ലാബിലിറ്റിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം. അതായത് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ ഇൻവെൻട്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യുക്ക് അസറ്റ് കിട്ടും. ഈ ക്യുക്ക് അസറ്റും നമ്മളെ കറണ്ട് ലാബിലിറ്റിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ക്യുക്ക് അസറ്റ് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റിൻ്റെ ഇൻവെൻട്രി എന്നുള്ള പാർട്ട് ഒഴിവാക്കിയാൽ നമ്മൾ ക്യുക്ക് അസറ്റ് കിട്ടും. ഈ ക്യുക്ക് അസറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഈ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ അസിഡ് ടെസ്റ്റ് റേഷ്യോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മോർ കൺസർവേറ്റീവ് ദാൻ കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോനെക്കാട്ടും ഒന്നും കൂടെ കൺസർവേറ്റീവ് ആണ്. കാരണം എന്താണ്, നമ്മൾ ആ ഇൻവെൻട്രി എന്നുള്ള ഭാഗം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻട്രി നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡിറ്റി കുറവായ കറണ്ട് അസറ്റ് അതൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള കറണ്ട് അസറ്റുകൾ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യുക്ക് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ക്യുക്ക് അസറ്റ് കൊണ്ട് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കൺസർവേറ്റീവ് ആണ്. യൂസ്ഫുൾ ഫോർ ബിസിനസ് വെയർ ഇൻവെൻട്രി മെ നോട്ട് ക്വിക്ക്ലി സോൾഡ്. അത് ചില ബിസിനസ്സിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ചില ബിസിനസ്സിൽ ഇൻവെൻട്രി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെൻട്രി സെല്ല് ചെയ്യാനും അത് സെല്ല് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാനും ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് ചില ഇൻഡസ്ട്രിയിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ ഈ ക്യുക്ക് റേഷ്യോ ആണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കറണ്ട് റേഷ്യോനെക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ക്യുക്ക് റേഷ്യോ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് 500,000 ആണ്. ഈ 500,000ൽ നമുക്ക് 200,000 ഇൻവെൻട്രി ആണ്, 300,000 ബാക്കി കറണ്ട് അസറ്റുകളാണ്. കറണ്ട് ലാബിലിറ്റി 250,000 ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 500,000 മൈനസ് 200,000 ഡിവൈഡഡ് ബൈ 250,000. അതായത് നമ്മൾ 300,000 ആണ് ഈ കേസിൽ നമ്മളെ ക്വിക്ക് അസറ്റ് വരെ. നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി നമ്മൾ മൈനസ് ചെയ്താൽ നമ്മളെ ക്വിക്ക് അസറ്റ് 300,000. അപ്പോൾ ഈ 300,000 ഡിവൈഡഡ് ബൈ 250,000 അത് 1.2 ആണ് ഇതിലെ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളടുത്ത് ഒരു റുപ്പീസ്, അതായത് അല്ലെങ്കിൽ ഒരു ഡോളർ നമ്മളടുത്ത് കറണ്ട് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് $1.2 നമ്മളടുത്ത് ലിക്വിഡ് അസറ്റുകൾ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് റേഷ്യോ ഇൻവെൻട്രി എന്നുള്ള പാർട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ക്വിക്ക് അസറ്റിൻ്റെ ബേസിൽ നമ്മൾ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതാണ് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. ഇനി ഒന്നും കൂടെ ലിക്വിഡിറ്റി നമ്മൾ ഇമ്പ്രൂവ് ആക്കണം, അതാണ് ക്യാഷ് റേഷ്യോ. ക്യാഷ് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് മാത്രം അതിൽ കൺസിഡർ ചെയ്യുള്ളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് നമ്മളടുത്ത് റെഡി അവൈലബിൾ ആയിട്ടുള്ള ക്യാഷാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ക്യാഷ് ആക്കാനും അല്ലെങ്കിൽ ഓൾറെഡി ക്യാഷ് ആയിട്ടുള്ളതാണ്. ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് വെച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ക്യാഷ് റേഷ്യോ. ക്യാഷ് റേഷ്യോൻ്റെ ഫോർമുല ക്യാഷ് പ്ലസ് ക്യാഷ് ആൻഡ് ഈക്വലൻ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. റയർലി യൂസ്ഡ് അലോൺ ഇൻ പ്രാക്ടീസ് ഷോ കമ്പനീസ് എബിലിറ്റി ടു പേ ഒബ്ലിഗേഷൻ ഇമ്മീഡിയറ്റ്ലി. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളടുത്ത് അവൈലബിൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം കറണ്ട് ലാബിലിറ്റി നമുക്ക് പേ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ക്യാഷ് റേഷ്യോ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് 100,000, കറണ്ട് ലാബിലിറ്റീസ് 250,000. നമ്മൾ ക്യാഷ് റേഷ്യോ കാണുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് 100,000 ഡിവൈഡഡ് ബൈ 250,000, അത് 0.4 ആണ്. ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ കറണ്ട് ലാബിലിറ്റീസിൻ്റെ 40% എന്ത് ചെയ്യും, ഈ കമ്പനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് അല്ലെങ്കിൽ പേ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻ 40% കറണ്ട് ലാബിലിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പനിക്ക് വേണമെങ്കിൽ പേ ചെയ്യാൻ പറ്റും. അതാണ് ക്യാഷ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്യാൻ എത്ര പെർസെൻറ്റേജ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റീസിന് ഈക്വലായിട്ട് എത്ര ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാഷ് റേഷ്യോ. ഇനി അടുത്ത റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ റേഷ്യോ.
ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് കറണ്ട് ലാബിലിറ്റീസ് പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നമ്മൾ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാണ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. എത്രത്തോളം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്രത്തോളം ക്യാഷ് കമ്പനിയിലേക്ക് വരുന്നുണ്ട്, അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഫ്രം നമ്മളെ സെയിൽസ് കളക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് സെയിൽ ഇതുപോലത്തെ ക്യാഷ് കളക്ഷന് ഡെയിലി ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന് എത്രത്തോളം ക്യാഷ് കമ്പനിയിലേക്ക് വരുന്നത്, അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ആ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ മെഷർ ചെയ്ത് അതും നമ്മളെ കറണ്ട് ലാബിലിറ്റിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ റേഷ്യോ. സ്ട്രോങ്ങർ ഇൻഡിക്കേറ്റർ റിയൽ ലിക്വിഡിറ്റി. അത് നമുക്ക് എത്ര കറണ്ട് അസറ്റ് ഉണ്ടായാലും നമുക്ക് ഇത്രത്തോളം ഒരു ലിക്വിഡിറ്റി കിട്ടില്ല. കാരണം നമ്മളെ ക്യാഷ് എത്രത്തോളം, ഇപ്പം നമുക്ക് റിസീവബിൾ ഒരുപാട് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കറണ്ട് അസറ്റ് ഇൻവെൻട്രി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ്. ഇതിന് എത്രത്തോളം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, ഈ ഒരു എമൗണ്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലാബിലിറ്റിനെ ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ക്യാഷ് ഫ്ലോ റേഷ്യോ. ഹയർ റേഷ്യോ എന്ന് പറയുമ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ കറണ്ട് ലാബിലിറ്റിനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ഷോർട്ട് ടേം സോൾവൻസിയാണ്, ബെറ്റർ ഷോർട്ട് ടേം ലിക്വിഡിറ്റിയാണ് നമുക്കുള്ളത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറവും നമ്മൾ കറണ്ട് ലാബിലിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ റിയൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. എന്നാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കൂടുതലും കറണ്ട് ലാബിലിറ്റീസ് കുറവാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കറണ്ട് ലാബിലിറ്റി നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ ലിക്വിഡാണ്, കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ക്യാഷ് ഫ്ലോ റേഷ്യോൻ്റെ. ഈ ഒരു എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 150,000 ആണ്, കറണ്ട് ലാബിലിറ്റീസ് 300,000 ആണ്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 150,000 ഡിവൈഡഡ് ബൈ 300,000, അതായത് 0.5, വിച്ച് മീൻ നമ്മൾ ടോട്ടൽ കറണ്ട് ലാബിലിറ്റിൻ്റെ 50% കവർ ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മുടെ ബിസിനസ്സിലുണ്ട്. 0.5 മീൻ ഇതിനർത്ഥം നമ്മൾ ഓരോ റുപ്പീസ് അല്ലെങ്കിൽ ഓരോ ഡോളർ കറണ്ട് ലാബിലിറ്റീസിനും ഈക്വൽ ആയിട്ട് 50 പൈസ അല്ലെങ്കിൽ 50 സെൻറ്റ് ക്യാഷ് ഫ്ലോ നമുക്കുണ്ട്. അതായത് 50% ഓഫ് നമ്മളെ കറണ്ട് ലാബിലിറ്റീസ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ എക്സാമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി, അതാണ് നമ്മളെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ അസറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അതായത് ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോൻ്റെ ഫോർമുല കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് അതിൽ ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കിട്ടും. അതായത് നമ്മൾ ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇതിൽ ഹയർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ പോർഷൻ ഓഫ് അസറ്റ് ആസ് ഫിനാൻസ്ഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. വെരി ലോ അല്ലെങ്കിൽ നെഗറ്റീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്ട്രെസ് ഉണ്ട് നമ്മുടെ ബിസിനസ്. അതായത് ഹയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെ അസറ്റിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോർമലി ലിക്വിഡിറ്റി റിസ്ക് കുറവായിരിക്കും. അത് നമ്മളെ ലിക്വിഡിറ്റി കൂടുതലാണ്, നമ്മൾ അസറ്റിൻ്റെ നല്ലൊരു ഭാഗം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി റിസ്ക് കുറവായിരിക്കും. എന്നാൽ അസറ്റിൻ്റെ വളരെ ചെറിയ ഭാഗം നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കയ്യിലുള്ളൂ എങ്കിൽ നമ്മൾ പൊട്ടൻഷ്യലി ലിക്വിഡിറ്റി റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ടോട്ടൽ കറണ്ട് അസറ്റ് 400,000 ആണ്, കറണ്ട് ലാബിലിറ്റീസ് 250,000 ആണ്, ടോട്ടൽ അസറ്റ് 1 million ആണ്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അത് നമ്മൾ കാണും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 400 മൈനസ് 250,000, അതായത് 150,000 ആണ് ഇതിലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ 150,000 ഡിവൈഡഡ് ബൈ 1 million, അതായത് 0.5 അല്ലെങ്കിൽ 15%. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റിൻ്റെ 15% നമ്മൾ ഫിനാൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മളെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ ബെഞ്ച് മാർക്കായിരിക്കും. എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളെ കയ്യിൽ
അസറ്റായിട്ട് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്ററായിട്ട് നമ്മളെ പ്രീവിയസ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് നമ്മൾ എക്സാക്ട് ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് 15% ഓഫ് ടോട്ടൽ അസറ്റ് ഫിനാൻസ്ഡ് ത്രൂ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ടോട്ടൽ അസറ്റിൻ്റെ 15% നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മുടെ ബിസിനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 15% ഇനഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ആയിരിക്കും. ചില ഇൻഡസ്ട്രീസിൽ ഈ 15% ഇനഫ് ആയിരിക്കും, മതിയായിരിക്കും. ചിലപ്പോൾ ചില ബിസിനസ്സിൽ നമ്മൾ നന്നായിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്ന ബിസിനസ് ആണെങ്കിൽ 15% മതിയാവില്ല. അപ്പോൾ അത് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്ററൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ ഇത് 15% ഈ ഒരു എക്സാമ്പിൾ ഇത് ഇനഫ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എത്ര ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ലിക്വിഡിറ്റി റേഷ്യോനെ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ, ടോട്ടൽ കറണ്ട് അസറ്റ് 420,000, കറണ്ട് ലാബിലിറ്റീസ് 360,000. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 60,000 പോസിറ്റീവ് സ്ട്രോങ് ലിക്വിഡിറ്റി, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ലിക്വിഡിറ്റി റിസ്ക്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 14.3%, കറണ്ട് റേഷ്യോ 1.5%. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇത് ആൻസർ എ ആണ്. നമ്മളെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. അതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എ എന്നുള്ള ഓപ്ഷനാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കമ്പനിയുടെ ടോട്ടൽ കറണ്ട് അസറ്റ് 800,000 ആണ്. ഈ 800,000 300,000 ഇൻവെൻട്രി ആണ്. കറണ്ട് ലാബിലിറ്റീസ് 400,000 ആണ്. ഇറ്റ് ഈസ് ട്രൂ എന്നാണ്. കറണ്ട് റേഷ്യോ 2, ക്വിക്ക് റേഷ്യോ 1.25, കറണ്ട് റേഷ്യോ 2, ക്വിക്ക് റേഷ്യോ 2, കറണ്ട് റേഷ്യോ 1.5, ക്വിക്ക് റേഷ്യോ 2, കറണ്ട് റേഷ്യോ 1.25, ക്വിക്ക് റേഷ്യോ 1.25. അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ. അതായത് കറണ്ട് റേഷ്യോ നമുക്ക് 2 ആണ്. 800,000 ഡിവൈഡ് ബൈ 400,000. ക്വിക്ക് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വിക്ക് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ 300, ഈ 800 എന്ന് 300 ഒഴിവാക്കി കഴിഞ്ഞാൽ 500 കിട്ടും. അപ്പോൾ 500 ഡിവൈഡ് ബൈ 400,000 അതായത് 1.25. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ ആണ് കൊടുത്തുള്ളത്. 800,000 ഡിവൈഡ് ബൈ 400,000 ഇതാണ് കറണ്ട് റേഷ്യോ. ഈ ക്വിക്ക് റേഷ്യോ നമ്മൾ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി അതായത് 1.25. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Firm Y has cash 60,000, marketable securities 20,000, accounts receivable 120,000, inventory 200,000, and current liabilities 250,000. What is the cash ratio? ഇതിൽ ക്യാഷ് റേഷ്യോ എന്താണെന്നുള്ളതാണ്. ക്യാഷ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. നമ്മൾ ക്യാഷ് റേഷ്യോ നമ്മൾ ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാഷ് റേഷ്യോ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഇതിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് വരുന്ന ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും. ഇതാണ് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ്. അപ്പോൾ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് 80,000 ഡിവൈഡഡ് ബൈ നമ്മൾ കറണ്ട് ലാബിലിറ്റി 250,000 അത് 0.32. ഇതാണ് നമ്മളെ ക്യാഷ് റേഷ്യോ വരുന്ന ഈ എക്സാമ്പിൾ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Company Z has an operating cash flow of 120,000 and current liabilities 200,000. Which interpretation is correct? The company generates enough cash to fully cover its liabilities.
The ratio is 0.6, showing potential coverage obligations. The ratio is 1.65. The ratio is 1.67, showing strong liquidity. The company's cash flow ratio is equal to its quick ratio. ഇതിൻ്റെ എക്സാം ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് റേഷ്യോ വരുന്നത് നമ്മൾ കാൽക്കുലേഷൻ വരിക 120 ഡിവൈഡ് ബൈ 200,000 ആണ്. നമ്മൾ ക്യാഷ് ഫ്ലോ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ 0.6. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ 60% ഓഫ് ഷോർട്ട് ടൈം ലാബിലിറ്റി കമ്പനിക്ക് കറണ്ട് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ 60% ഓഫ് കറണ്ട് ലാബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലാബിലിറ്റി കമ്പനിക്ക് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒന്ന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് അസറ്റ് 500,000, കറണ്ട് ലാബിലിറ്റീസ് 300,000, ടോട്ടൽ അസറ്റ് 2 million. വാട്ട് ഈസ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇത് ആൻസർ വരുന്നത് എ ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കറണ്ട് അസറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, അങ്ങനെയാണ് നമ്മൾ കറണ്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, അതായത് 200,000 ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. 200,000 ഡിവൈഡഡ് ബൈ 2 million ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, അതായത് 10%. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 500,000 ഡിവൈഡ് ബൈ 300,000 200,000 ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 200,000 ഡിവൈഡ് ബൈ 2 million, അതായത് 10% ആണ് ഇതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. ഈ ഒരു എക്സാമ്പിളിൽ അസറ്റിൻ്റെ 10% നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അസറ്റ് ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണെന്നുള്ള ഭാഗം. ലിക്വിഡിറ്റി റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. CMA എക്സാമിനും റിയൽ ടൈം ബിസിനസ്സിലും ലിക്വിഡിറ്റി റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഭാവിയിൽ ജോലി ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴെല്ലാം ലിക്വിഡിറ്റി റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ടോ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.